ഹായ് ഡിയർ ഫ്രണ്ട്സ്, ബെൽ 7 വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബെൽ 6 വീഡിയോയിൽ നമ്മൾ സൈറ്റോപ്ലാസത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് പഠിച്ചത്. ബെൽ 7 വീഡിയോയിൽ നമ്മൾ സെൽ ഓർഗനലായ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് മറ്റ് സെൽ ഓർഗനൽസിനെ കുറിച്ച് പഠിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ എന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോ മീൻസ് ഇൻസൈഡ്, പ്ലാസ്മിക് മീൻസ് സൈറ്റോപ്ലാസം, റെറ്റിക്കുലം മീൻസ് നെറ്റ്വർക്ക്. അപ്പോൾ സൈറ്റോപ്ലാസത്തിലെ നെറ്റ്വർക്ക് പോലെ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനിലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വാസ് ഫസ്റ്റ് ഒബ്സർവ്ഡ് ബൈ ഗാർണിയർ. ഗാർണിയർ എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ നിരീക്ഷിച്ചത്. ഇതിൻ്റെ അൾട്രാ സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ് എന്നത് 3 സയൻറ്റിസ്റ്റുകളാണ്: പോർട്ടർ, ക്ലോഡ് ആൻഡ് ഫുള്ളാം. പോർട്ടർ, ക്ലോഡ് ആൻഡ് ഫുള്ളാം given the ultra structure of endoplasmic reticulum. The term endoplasmic reticulum was proposed by Porter. പോർട്ടർ ആണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന ടേം പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സൈറ്റോപ്ലാസത്തിൽ സ്കാറ്റർ ചെയ്താണ് കാണപ്പെടുന്നത്. ഇത് കൂടുതലായി കാണപ്പെടുന്നത് മോർ ആക്റ്റീവായിട്ടുള്ള സെൽസിലാണ്. അത് മെറ്റബോളിക് ആക്ടിവിറ്റി ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന സെൽസുകളിലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ യൂക്കാരിയോട്ടിക് സെൽ. സം എക്സെപ്ഷൻസ് ആർ ദെയർ. ഇറ്റ് ഈസ് ആബ്സെൻറ്റ് ഇൻ ജെർമിനൽ സെൽസ് ആൻഡ് മമേലിയൻ RBC. എല്ലാ യൂക്കാരിയോട്ടിക് സെൽസിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട് എങ്കിലും ചില സെൽസുകളിൽ, ജെർമിനൽ സെൽസ്, മമേലിയൻ RBC പോലുള്ള സെല്ലുകളിൽ എന്തില്ല? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇല്ല. Here you can see picture of endoplasmic reticulum. This is nucleus. Okay, ന്യൂക്ലിയർ മെംബ്രെയിനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ ഇതിന് അകത്തൊരു സ്പേസ് ഉണ്ട്, പുറത്തേക്ക് അല്ലേ. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ അകത്തുള്ള സ്പേസിനെ നമ്മൾ ലൂമിനാർ, ഇൻസൈഡ് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ദാറ്റ് ഈസ് ലൂമിനാർ. പുറത്ത് സൈറ്റോപ്ലാസ്മിക് റീജിയനാണ്, അതിനെ എക്സ്ട്രാ ലൂമിനാർ സ്പേസ് എന്ന് പറയും. ഇത് എക്സ്ട്രാ ലൂമിനാർ സ്പേസ്. ഈ അകത്ത് കാണുന്നത് എന്താണ്? ലൂമിനൽ സ്പേസ്. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 തരത്തിലുണ്ട്: സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിക്കാനായിട്ട് കാരണം, ഇതിൽ റൈബോസോം അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു. എന്നാൽ ഇവിടെയൊക്കെ ആണെങ്കിലോ റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് എന്ത് വിളിക്കാം? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയാം. ഓക്കെ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെയും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്സ് ഇൻ സിന്തസിസ് ഓഫ് ലിപ്പിഡ്. In animal cell, lipid-like steroid hormones are synthesized in smooth endoplasmic reticulum. ഇപ്പോൾ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണ്? ലിപ്പിഡ് സിന്തസിസ് ആണ്. അതുപോലെ തന്നെ അനിമൽ സെല്ലിനകത്ത് ഇത് ലിപ്പിഡ്-ലൈക്ക് സ്റ്റീറോയിഡ് ഹോർമോൺ സിന്തസിസിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ട്യൂബ്യൂൾസ് കൊണ്ടാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ എലമെൻസ് ആയ ട്യൂബ്യൂൾസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലോസർ ടു പ്ലാസ്മ മെംബ്രെയിൻ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതൽ പ്ലാസ്മ മെംബ്രെയിൻ്റെ അടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. നോ റൈബോസോംസ് ആർ അറ്റാച്ച്. അതിൽ റൈബോസോം ഒന്നും തന്നെ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഹെൽപ്സ് ഇൻ ലിപ്പിഡ് സിന്തസിസ് ആൻഡ് ട്രാൻസ്പോർട്ട്. ഇൻ മസിൽ സെൽസ് ദ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫോം സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. മസിൽ സെൽസിൽ കാണപ്പെടുന്ന സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് നമ്മൾ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയും. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്സ് ഇൻ കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ്. മസ്കുലർ കണ്ടക്ഷനത്തിന് കാൽഷ്യം ആവശ്യമാണ്. ഈ കാൽഷ്യം റിലീസ് ചെയ്യുന്നതും സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്നാണ്. കൂടാതെ റിമൂവൽ ഓഫ് ലാക്റ്റിക് ആസിഡ്, അതായത് കൂടുതൽ ലാക്റ്റിക് ആസിഡ് മസിൽ സെൽസിന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫെറ്റിഗിനായി കാരണമായിട്ട് മാറും. അപ്പോൾ ഈ ഉണ്ടാകുന്ന ലാക്റ്റിക് ആസിഡിന് സൈറ്റോപ്ലാസത്തിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Smooth endoplasmic reticulum helps in detoxification of substance like benzpyrene. ടോക്സിക് സബ്സ്റ്റൻസിന് റിമൂവ് ചെയ്യുന്നതിന് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ബെൻസ്പൈറിൻ എന്ന് പറയപ്പെടുന്ന കാഴ്സനോജനിക് സബ്സ്റ്റൻസിനെയൊക്കെ റിമൂവ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ഗ്ലൈക്കോജിനോലൈസിസ്.
ഗ്ലൈക്കോജിനോലൈസിസ് എന്ന മെറ്റബോളിക് പ്രോസസ്സിനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതലും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നത് എവിടെയാണ്? അഡിപ്പോസ് ടിഷ്യൂ, ലിവർ ടിഷ്യൂ, ലേഡിക് സെൽസ് ആൻഡ് ഫോളിക്കുലാർ സെൽസ് തുടങ്ങിയ സെല്ലുകളിലാണ് കൂടുതലായിട്ട് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്. അടുത്ത് നമുക്ക് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മേഡപ്പ് ഓഫ് സിസ്റ്റർനെ. എലമെൻറ്റ്സ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ സിസ്റ്ററിനെ കൊണ്ടാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടുതലായാലും കാണപ്പെടുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ അടുത്താണ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സീൻ ക്ലോസർ ടു ന്യൂക്ലിയർ മെംബ്രെയിൻ. റൈബോസോം ആർ അറ്റാച്ച്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ത് അറ്റാച്ച് ഉണ്ട്? റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആൻഡ് ട്രാൻസ്പോർട്ട്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യും. സ്മൂത്ത് ആയാലും റഫ് ആയാലും ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യും. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലും എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസ്. എന്തുകൊണ്ടാണ്? അതിൽ റൈബോസോം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂക്ലിയർ മെറ്റീരിയൽ ഇൻ ടു അതർ പാർട്ട് ഓഫ് ദ സെൽസ്. ന്യൂക്ലിയസ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചില സബ്സ്റ്റൻസിനെ സെല്ലിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സീൻ മോർ ഇൻ ഫൈബ്രോബ്ലാസ്റ്റ്സ്. ഫൈബ്രോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ പോലെയുള്ള പ്രോട്ടീൻ മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസാണ് ഫൈബ്രോബ്ലാസ്റ്റ്. അതുപോലെ തന്നെ ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻ. ഇപ്പോൾ ഫൈബ്രോബ്ലാസ്റ്റിലും ബീറ്റാ സെൽസ് ഓഫ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. Next we are going to discuss about the elements of endoplasmic reticulum. We already said cisternae, vesicle and tubules are the elements of endoplasmic reticulum. First we are going to see cisternae. Cisternae are formed by blubbing of nuclear membrane. Blubbing എന്ന് പറഞ്ഞാൽ ബൾജിങ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ബൾജ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? സിസ്റ്റർനെ എന്ന് പറയപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടാകുന്നത്. അതിൽ റൈബോസോംസ് ആർ അറ്റാച്ച്ഡ് വിത്ത് സിസ്റ്റർനെ. സിസ്റ്റർനെ ആർ അൺബ്രാഞ്ച്ഡ്. ഇതിൻ്റെ ലൂമൻ സൈസ് വന്നിട്ട് 40 to 50 നാനോമീറ്റർ ആണ്. ഇത്രയാണ് സിസ്റ്ററിനെ കുറിച്ച് പറയാൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വെസിക്കിൾ. വെസിക്കിൾസ് ആർ സ്പെറിക്കൽ ഇൻ ഷേപ്പ്. ദേ ആർ 50 to 500 മൈക്രോമീറ്റർ ഇൻ ഡയാമീറ്റർ. റൈബോസോംസ് ആർ അറ്റാച്ച്ഡ് വിത്ത് വെസിക്കിൾസ്. വെസിക്കിൾസിൻ്റെ മെംബ്രെയിനിൽ എന്തുണ്ട്? റൈബോസോംസ് ഉണ്ട്. Then we are going to discuss about tubules. Tubules are branched without ribosome. ബ്രാഞ്ച്ഡ് ആണ്, പക്ഷേ അതിൽ റൈബോസോം ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. ക്ലോസർ ടു പ്ലാസ്മ മെമ്പറിൻ. കൂടുതലും പ്ലാസ്മ മെമ്പറിൻ്റെ അടുത്താണ് കാണപ്പെടുന്നത്. ലൂമൺ വിഡ്ത്ത് വന്നിട്ട് 50 to 100 മൈക്രോമീറ്റർ സൈസാണ്. ഇത്രയാണ് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ ഡീറ്റെയിൽസ് നന്നായിട്ടൊന്ന് പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ചു ചോദിക്കുക. ബെൽ 7 എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. First question, which all of the following is not considered as part of endomembrane system? ഇതിൽ ഏതാണ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ പാർട്ട് അല്ലാത്തതെന്നാണ്. വാക്യൂൾ നമ്മൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ടാണ് പഠിച്ചത്. അത് ആൻസർ അല്ല. നോട്ട് എൻഡോമെംബ്രെയിൻ സിസ്റ്റം ആണ് ചോദിച്ചത്. പെറോക്സിസോം നമ്മൾ എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് പഠിച്ചില്ല. സോ ദ ആൻസർ ഇസ് ബി. ഗോൾഗി കോംപ്ലക്സ് എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ലൈസോസോം എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എൻഡോമെംബ്രെയിൻ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. അപ്പൊ ഇതിനകത്ത് ഉൾപ്പെടുത്തതാരാണ്? പെറോക്സിസോം. സോ ദ ആൻസർ ഈസ് ബി. ഓക്കെ, അടുത്ത വിച്ച് ഓൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓൺ ഓഫ് ദ ഫോളോയിങ് ഓർഗനൽ ഇൻ ദ ഫിഗർ കറന്റ്ലി മാച്ച് വിത്ത് ഇറ്റ്സ് ഫംഗ്ഷൻ? തന്നിരിക്കുന്ന ഫിഗറും ഇതിന്റെ ഫംഗ്ഷനുമാണ് ചോദിക്കുന്നത്. തന്നിരിക്കുന്ന ഫിഗർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് മനസ്സിലായി. ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്നത് എൻഡോപ്ലാസ്മിക്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇത് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്താണെന്ന് നോക്കാം, ഫംഗ്ഷൻ നോക്കാം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പ്രോട്ടീൻ സിന്തസിസ്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ ആരുണ്ട്? റൈബോസോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? അത് പ്രോട്ടീൻ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യും. സോ ദ ആൻസർ ഇസ് എ. ബി എന്തുകൊണ്ട് ആൻസർ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഫോർമേഷൻ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ. ഗ്ലൈക്കോപ്രോട്ടീൻ നമ്മൾ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് ഫോം ചെയ്യുന്നത് അല്ല, അല്ലേ? സോ ദ ആൻസർ ഇസ് wrong. Golgi apparatus protein synthesis. Golgi apparatus protein synthesis help ചെയ്യുന്നില്ല. Golgi apparatus formation of glycoprotein, അതും wrong answer ആണ്. So the answer is A. Okay, അടുത്ത മേജർ സൈറ്റ് ഫോർ സിന്തസിസ് ഓഫ് ലിപ്പിഡ്. നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനും പഠിച്ചു. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് എന്ത് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്? ലിപ്പിഡ് സിന്തസിസ്. സോ ദ ആൻസർ ഇസ് സി. ന്യൂക്ലിയോപ്ലാസ്റ്റിനകത്ത് എന്താണ് സിന്തസിസ്? റൈബോസോം ആണ് സിന്തസിസ്. ദാറ്റ് ഇസ് നോട്ട് ആൻസർ. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എന്താണ് സിന്തസിസ്? പ്രോട്ടീൻ ആണ് സിന്തസിസ്. ദാറ്റ് ഇസ് നോട്ട് ആൻസർ. സിംപ്ലാസ്റ്റ് അപ്പോപ്ലാസ്റ്റ് പാത്വേ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട് നമ്മൾ സെല്ലിനകത്ത് സെക്കൻഡ് ഇയർ പഠിക്കും. സോ ദീസ് ആർ നോട്ട് ആൻസർ. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് നമ്മൾ എന്ത് ലിപ്പിഡ് സിന്തസിസ് നടക്കുന്നത്. ദെൻ organelles involved in the modification and routing of newly synthesized protein to their destination.
നമുക്ക് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ പ്രോട്ടീൻസും ലിപ്പിഡും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ട് പോകും? ഗോൾഗി കോംപ്ലക്സിൽ ചെന്ന് ചില മോഡിഫിക്കേഷന് വിധേയമാകും. അപ്പൊ ഗോൾഗി കോംപ്ലക്സ് വരെ അത് കൊണ്ട് എത്തിക്കുന്നത് ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് ആൻസർ ആണോ? അല്ല. ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസ്. ലൈസോസോം ആൻസർ ആണോ? അല്ല. അതിനകത്ത് ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട്, അത് ഡിഫൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൈറ്റോകോൺട്രിയ ആണോ? അല്ല. മൈറ്റോകോൺട്രിയ ATP സിന്തസിസിനും സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യുന്നു. സോ ദ ആൻസർ ഇസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഈ ന്യൂലി സിന്തസൈസ്ഡ് പ്രോട്ടീൻസിനെ ഗോൾഗി കോംപ്ലക്സിനകത്ത് എത്തിച്ച് മോഡിഫിക്കേഷന് കാരണമായി മാറുന്നത്. സോ ദ ആൻസർ ഈസ് ഡി. ദെൻ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടിന്യൂസ് വിത്ത്, നമ്മളിപ്പോൾ പറഞ്ഞോളൂ അല്ലെ, ഗോൾഗി ബോഡിയുമായിട്ട് അല്ലെങ്കിൽ ഗോൾഗി അപ്പാറ്റസുമാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടും. ന്യൂക്ലിയസിന്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന ഈ എന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കണ്ടിന്യൂ ചെയ്യുന്നത് ആരുമായിട്ടാണ്? അതിന്റെ അടുത്തായിട്ട് ആര് കാണപ്പെടും? ഗോൾഗി അപ്പാറ്റസ് അല്ലെങ്കിൽ ഗോൾഗി ബോഡി ആണ്. അതുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്. സോ ബിയും സിയും ആൻസർ, ഡിയും ഒക്കെ ആൻസർ അല്ല. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ കുറിച്ചും കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ എല്ലാ സെൽ ഓർഗൻസും പഠിച്ചു തീർന്നതിന് ശേഷം കൂടുതൽ ക്വസ്റ്റ്യൻസും ഹോംവർക്ക് ക്വസ്റ്റ്യനുമായിട്ട് വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.